നൽകുകയാണ്. എൻ ഷംസീർ ആയിരിക്കും സത്യവാചകം ചൊല്ലിക്കൊടുക്കുക. MLA ആയി ആര്യാടൻ ഷൗക്കത്ത് അല്പസമയത്തിനകം സത്യപ്രതിജ്ഞ ചെയ്യും. 11,077 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ആര്യാടൻ ഷൗക്കത്ത് നിലമ്പൂർ മണ്ഡലത്തിൽ ജയിച്ചത്. 77,737 വോട്ടുകളാണ് അദ്ദേഹം സ്വന്തമാക്കിയത്. നിലമ്പൂരിന്റെ പ്രിയപ്പെട്ട ആര്യാടൻ മുഹമ്മദിന്റെ മകൻ ആര്യാടൻ ഷൗക്കത്ത് ഇപ്പോൾ MLA ആയി സത്യപ്രതിജ്ഞ ചെയ്യാനായി എത്തുകയാണ്. നിയമസഭയിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. അല്പസമയത്തിനകം ആര്യാടൻ ഷൗക്കത്ത് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. നിലമ്പൂർ MLA ആയി ആര്യാടൻ ഷൗക്കത്തിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങ് അവിടെ പ്രമുഖ നേതാക്കൾ എത്തിയിരിക്കുകയാണ്. അല്പസമയത്തിനകം ആര്യാടൻ ഷൗക്കത്ത് സത്യപ്രതിജ്ഞ ചെയ്യും. സ്പീക്കർ എൻ ഷംസീറിന് മുന്നിലാണ് ഷൗക്കത്ത് MLA ആയി സത്യപ്രതിജ്ഞ ചെയ്യുക. മുഖ്യമന്ത്രി പിണറായി വിജയൻ അവിടേക്ക് എത്തുന്നതിൻ്റെ കാഴ്ചകൾ. സത്യപ്രതിജ്ഞാ ചടങ്ങിനായി മുഖ്യമന്ത്രി ഹാളിലേക്ക് എത്തിയിരിക്കുകയാണ്. അല്പസമയത്തിനകം നിലമ്പൂരിന്റെ MLA ആയി ആര്യാടൻ ഷൗക്കത്ത് സത്യപ്രതിജ്ഞ ചെയ്യും. ബഹുമാന്യരെ, ചടങ്ങുകൾ ആരംഭിക്കുകയാണ്. എല്ലാവരും സീറ്റുകളിൽ ഉപേക്ഷിതാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നിലമ്പൂരിന്റെ MLA ആയി ആര്യാടൻ ഷൗക്കത്തിന്റെ സത്യപ്രതിജ്ഞ അല്പസമയത്തിനകം നടക്കും. മുഖ്യമന്ത്രി വേദിയിലേക്ക് എത്തിയിരിക്കുകയാണ്. जनगणमन अधिनायक जय हे भारत भाग्य विधाता पंजाब सिंध गुजरात मराठा द्राविड उत्कल बंगा विंध्य हिमाचल यमुना गंगा उच्छल जलधि तरंगा तव शुभ नामे जागे तव शुभ आशीष मागे गाहे तव जय गाथा जनगण मंगलदायक जय हे भारत भाग्य विधाता जय हे जय हे जय हे जय 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 हे സർ, 15ാം കേരള നിയമസഭയിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ 35 നിലമ്പൂർ നിയോജകമണ്ഡലത്തിൽ നിന്നും വിജയിച്ച ശ്രീ ആര്യാടൻ ഷൗക്കത്ത് നിയമസഭാംഗമായി സത്യപ്രതിജ്ഞ ചെയ്യുന്നതിനായി ഹാജരായിട്ടുണ്ട്. ശ്രീ ആര്യാടൻ ഷൗക്കത്ത്.
ആര്യാടൻ ഷൗക്കത്ത് എന്ന ഞാൻ നിയമസഭയിലെ ഒരംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും ദൈവത്തിന്റെ നാമത്തിൽ പ്രതിജ്ഞ ചെയ്യുന്നു.